എല്ലാ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് വി ഡി സതീശൻ പറയുന്നു. അതിനു മുൻപ് നമ്മൾ കേട്ടത് വി എസ് സുനിൽകുമാറിന്റെ വാക്കുകളാണ്. പൂരം കലക്കൽ BJP ഫോർമുലയാണെന്നും അന്വേഷണ റിപ്പോർട്ട് വന്നാൽ എല്ലാം അറിയാമെന്നുമാണ് വി എസ് സുനിൽകുമാറും പറയുന്നത്. നമുക്ക് റോഷിപാലിലേക്കും ജെയ്സൺ ചാമവളപ്പിലേക്കും ഒന്ന് പോകാം കൂടുതൽ വിവരങ്ങൾക്കുമായി. റോഷിപാൽ, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രതിപക്ഷ നേതാവ് ഈ പൂരം കലക്കലിന്റെ ഉത്തരവാദിത്തം കൃത്യമായി ഫ്രെയിം ചെയ്യുകയാണ്. CPIയും ഇപ്പോൾ കോൺഗ്രസും, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പ്രധാന കക്ഷിയും ഒരേ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വാളെടുക്കുകയല്ലേ? സുധിയ, ഒരു സംശയവുമില്ല. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം PV അൻവർ MLA ആരോപണം ഉയർത്തുന്നു. തൊട്ടു പിന്നാലെ അത് VS സുനിൽകുമാർ കൂടി ഏറ്റെടുത്തതോടെ പിന്നീട് പ്രതിപക്ഷം അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. കാരണം ADGP MR അജിത് കുമാർ അവിടെ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് അത് ആർക്കു വേണ്ടിയാണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നതും കരുവന്നൂർ ഉൾപ്പെടെയുള്ള ഈ സർവീസ് സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണങ്ങൾ, ആ കേന്ദ്ര അന്വേഷണങ്ങൾ മരവിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സഹായം BJPക്ക് നൽകുന്നത് സർക്കാർ. അത് നിർദ്ദേശം നൽകിയത് പിണറായി വിജയൻ, അത് ഏകോപിപ്പിച്ച് അത് നടപ്പിലാക്കുന്നത് ADGP MR അജിത് കുമാർ. അവിടെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ അഴിഞ്ഞാടിയപ്പോൾ അവിടെ MR അജിത് കുമാർ എന്ന ലോ ആൻഡ് ഓർഡർ ചുമതലയുണ്ടായിരുന്ന ADGP ക്യാമ്പ് ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടില്ല എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം. ഈ കാര്യം CBI ആണ് അന്വേഷിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ അന്വേഷിക്കേണ്ടത് CBI ആണ്. ഇതിന് പിന്നിൽ മുഴുവൻ ഏകോപിപ്പിക്കുന്നത് അത് മുഖ്യമന്ത്രിയാണ്. ഇതിൻ്റെ ഗുണഭോക്താവ് മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലേക്ക് ആരോപണങ്ങൾ എത്തിക്കുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിയാണ് വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വലിയ സമരങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു. നാളെ മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നാളെ മാർച്ച് നടത്തും. തൊട്ടു പിന്നാലെ മറ്റന്നാൾ KPCCയും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം മുഖ്യമന്ത്രി രാജിവെക്കുക, ഒപ്പം CBI അന്വേഷണം. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ CBI അന്വേഷിക്കുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്നത്. ഏതായാലും അൻവർ ഇപ്പോൾ തുറന്നുവിട്ട ആ ഭൂതം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ് പോകുന്നത്.